നമ്മൾ ബൺ മസ്ക് ഉണ്ടാക്കാൻ പോകണം. അതെ, ലെറ്റ്സ് മേക്ക് മസ്ക ബൺ. അങ്ങനെ ഞങ്ങളും ട്രെൻഡിനൊപ്പം സഞ്ചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എവിടെ നോക്കിയാലും മസ്ക ബൺ, സോഷ്യൽ മീഡിയയിലാകെ മസ്ക ബൺ. അപ്പം നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ മോശമല്ലേ? ബൺ മസ്ക് ഉണ്ടാക്കാൻ പോയി അവിടെയുള്ള ക്രീം ബണ്ണ് മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ സാധന സാമഗ്രികളായിട്ട് വീട്ടിലോട്ട് എത്തിയപ്പോഴാണ് ഓർമ്മ വന്നത് ആയുധമില്ല. അങ്ങനെ ആയുധം എടുക്കാനായി ഞാൻ അവനെ സമീപിച്ചു. പക്ഷെ ആയുധമായി എൻ്റെ ഗോതയിലേക്ക് എത്തിയ പുതിയ പഠനനെ കണ്ട പൂരപ്പറമ്പിൽ വെച്ച് കണ്ട മൈൻഡ് പോലും ചെയ്യാതെ കണ്ടം വഴി തിരിച്ചോടിപ്പോയി. ഇതിലൊന്നും തളരാതെ ഞാൻ ടൂൾസുമായി മെയിൻ ഷെഫിൻ്റെ അടുത്തോട്ട് സമീപിച്ചു. ഞാനൊന്ന് പോയ ഗ്യാപ്പിൽ യൂട്യൂബിൽ നോക്കിയെല്ലാം പഠിച്ചു വെച്ചതിൻ്റെ അഹങ്കാരമാണ് ആ മുഖത്ത് നിങ്ങൾ കാണുന്നത്. മുതലാളി സത്യസന്ധതയുടെ മുഖം കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇങ്ങോട്ട് നോക്കിയേ. ബണ്ണിൽ ക്രീം തേക്കാൻ വാങ്ങിയിട്ട് ആദ്യം തന്നെ അത് ഞങ്ങളുടെ വായലോട്ടാണ് പോകുന്നത്. ആക്രാന്തം കൊണ്ടൊന്നല്ല, എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്ത് ചെയ്യണം. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ മിൽക്ക് മെയ്ഡ് പൊട്ടിച്ചൊഴിക്കണം. അത് കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചറിൽ വെച്ച ബട്ടർ ഒഴിക്കണം, മിക്സ് ചെയ്യണം. ചിലപ്പോ തോന്നും നീ വലിയൊരാളാണ്. അടുത്തതായി നമ്മൾ ഇതിലോട്ട് ആവശ്യമുള്ള വാനില എസൻസ് ഒഴിച്ചിട്ട് അത് കഴിഞ്ഞപ്പോൾ പ്രൊഫഷണൽ വീണ്ടും രംഗത്തോട്ട് കടന്നു. ഇത്ര നേരം പണിയെടുക്കാതിരുന്നതിൻ്റെ വിഷമം തീർക്കാൻ ഞാൻ ആൾക്ക് ബണ്ണ് മുറിച്ച് സഹായിച്ചു കൊടുത്തു. അങ്ങനെ യൂട്യൂബിലെ ചേച്ചി പറഞ്ഞ എല്ലാ പ്രക്രിയകളും വളരെ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് നമ്മൾ ബണ്ണിലോട്ട് ക്രീം തേക്കുകയാണ് സുഹൃത്തുക്കളെ. എന്ത് തേങ്ങ ചെയ്യുകയാണെങ്കിലും നമ്മൾ പ്രൊഫഷണാലിറ്റി വിട്ട് കളിക്കില്ല. അതുകൊണ്ട് തന്നെ ചായക്കപ്പുള്ള ചേച്ചി ചെയ്യുന്ന പോലെ ബണ്ണിൻ്റെ പുറത്തൊക്കെ ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദീർഘനേരത്തെ എൻ്റെ നോക്കിയിരിക്കൽ കഷ്ടപ്പാടിന് ശേഷം നമ്മുടെ ബൺ മസ്ക റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്യാനായിട്ട് അമ്മേനെ സമീപിച്ചപ്പോൾ കഴിക്കുന്നതിന് മുന്നേ എക്സ്പ്രഷൻ ഇട്ട് കൊള്ളാമെന്ന് കാണിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് പിടികിട്ടിയത് എന്തോ അവന്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ലടോ. ഞങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടാണോ എന്നറിയില്ല, ബൺ മസ്ക ക്രീം ബണ്ണായിട്ടാണ് വന്നത്. പക്ഷെ നമ്മൾ തളരില്ല, വീണ്ടും പരിശ്രമിക്കും. ഓക്കെ, ബൈ.